ടൈം മാനേജ്മെന്റ് എന്നുള്ള ഒരു വേർഡ് ശരിയാണോ? ഹായ് എവരി വൺ, ഐ എം സിന അബ്ദുൽ ഖാദർ. നമ്മൾ ലൈഫിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ടൈം മാനേജ്മെന്റ്. ആ വേർഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് പ്രയോറിറ്റികൾക്കനുസരിച്ച് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയെ നമുക്ക് മാനേജ് ചെയ്തു കൊണ്ടുപോകാം. അതിനുള്ള 4 Ds ആണ് പറയുന്നത്. ഡു, ഡിസൈഡ്, ഡെലിഗേറ്റ്, ഡിലീറ്റ്. ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്കൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അർജൻറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. വേറെ ഒരാൾക്കും നമുക്കത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡു ലിസ്റ്റിൽ പറയേണ്ടത്. ആ ഡു ലിസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. അത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. ഇപ്പം നമ്മളൊരു വാട്സപ്പിൽ മെസ്സേജ് വന്നാലേ നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ പല ആളുകളും നമുക്ക് അയച്ചത് അതിലുണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം വന്ന മെസ്സേജ് ആദ്യം നോക്കട്ടെ എന്നാണോ നമ്മൾ കരുതുക? അല്ല, നമുക്ക് ഏതാണോ പ്രയോറിറ്റി, ആരുടെ മെസ്സേജാണോ നമുക്ക് നോക്കേണ്ടത്, അതാണ് നമ്മൾ ഫസ്റ്റ് പോയി ഓപ്പൺ ചെയ്യുക, അല്ലേ? അതുപോലെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ മുൻഗണന നിശ്ചയിക്കണം, പ്രയോറിറ്റികൾ നിശ്ചയിക്കണം. എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തത നമുക്ക് വേണം. അപ്പം അതിന് നമ്മൾ ആദ്യം നമ്മുടെ ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. ദെൻ ഡിസൈഡ് ആണ്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇപ്പം ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നാളെ ചെയ്താലും മതി, ഷെഡ്യൂൾ ചെയ്ത് നമുക്കത് മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസൈഡിലോട്ട് മാറ്റി വെക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ആളെ കാണാൻ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങാൻ പോകണമെന്നുണ്ട്, പക്ഷെ അത് ഇന്ന് ചെയ്യണം നിർബന്ധമുള്ള ഒരു കാര്യമല്ല, നാളെ ചെയ്താലും മതിയെങ്കിൽ അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് മാറ്റി വെക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കാൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലെ ജോലികളാവട്ടെ, നമ്മുടെ ഓഫീസിലെ വർക്കുകളാവട്ടെ, അത് നമ്മൾ തന്നെ ചെയ്യണം നിർബന്ധമില്ലെങ്കിൽ നമുക്കത് നമ്മുടെ കോവർക്കേഴ്സിനെ ഏൽപ്പിക്കാം, നമ്മുടെ ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിനെ ഏൽപ്പിക്കാം. ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടും ആ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഡെലിഗേറ്റ്. അതായത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന ആള് അത് ചെയ്യാൻ വില്ലിങ് ആണോ എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്താകും, ഫ്ലോപ്പായിരിക്കും. അപ്പം അങ്ങനെയാവരുത്. ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ഡിലീറ്റ്. നമ്മൾ ഒരു ദിവസത്തിൽ ഒരുപാട് സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട്. മൊബൈൽ ഫോൺ നോക്കിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിട്ട് വെറുതെ ടോക്കേറ്റീവായിട്ട് ഒരു കാര്യമില്ലാത്ത സംസാരങ്ങൾ നമ്മൾ നടത്തിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെറുതെ ഒരുപാട് സമയം നമ്മളുടെ സമയം കൊല്ലുക അല്ലെങ്കിൽ നമ്മുടെ സമയം കളയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സമയങ്ങളെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ആ സമയങ്ങളെ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാറ്റുക. ഇങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ഇതിനെ ഈ രീതിയിൽ തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സമയത്തെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ ഓരോ ദിവസത്തിനും നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഡിസൈൻ യുവർ ഡേ ആൻഡ് ഡിസൈൻ യുവർ ലൈഫ്. താങ്ക് യു.